യുഎയിലെ അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോസ്കിൻ്റെ പുറംഭാഗത്തുള്ള കാഴ്ചകളും സൂഖ് അൽ ജാമി എന്ന പേരിലുള്ള ഇവിടുത്തെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു സൂഖിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ടു കഴിഞ്ഞു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വീഡിയോ കാണാം. അങ്ങനെ നമ്മൾ പള്ളിക്കകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പള്ളിക്കകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ജുമയുടെ സമയമായതുകൊണ്ട് ടിക്കറ്റ് ഒന്നും എടുക്കാതെ പ്രാർത്ഥിക്കാനുള്ളവർക്ക് കയറാവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അല്ലാതെ നമ്മളൊരു വിസിറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റായിട്ട് ഈ പള്ളിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. പിന്നെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അതുവഴി ഒരു സെപ്പറേറ്റ് വഴിയിലൂടെയൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് വരാനും പള്ളിയുടെ ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് കാണാനൊക്കെ പറ്റുകയുള്ളൂ. പക്ഷേ നമ്മളൊരു വേർഷിപ്പറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പള്ളിക്കകത്ത് എല്ലാ സ്ഥലങ്ങളിലും പോകാനും പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാനും ആരാധന നിർവഹിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമായുടെ സമയത്താണ് ഈ പള്ളിയിൽ ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങളൊരു ടൂറിസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പള്ളി കാണാൻ മാത്രമായിട്ട് വരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പള്ളി സന്ദർശിക്കാനും കാണാനുമുള്ള സൗകര്യമുണ്ട്. അത് എങ്ങനെയാണ്, അതിൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും അത് എങ്ങനെയൊക്കെ പള്ളിയുടെ ഏതൊക്കെ ഭാഗങ്ങൾ കാണാം എന്നുള്ളതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. 41,000-ത്തിലധികം ആരാധകരെ ഒരേ സമയം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ ഏകദേശം 7,000-ത്തിലധികം പേർക്ക് ഒരേ സമയം നമസ്കരിക്കാൻ കഴിയും. കൂടാതെ 1,500 പേർക്ക് വീതം ഇരിക്കാവുന്ന 2 ഹാളുകൾ വേറെയുമുണ്ട്. അതിൽ ഒരു ഹാള് സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം റിസർവ് ചെയ്തതാണ്. പുഷ്പാലങ്കാരമായ പള്ളിയുടെ പുറംഭാഗത്ത് ഏകദേശം 40,000 ആളുകൾക്ക് നിന്ന് നമസ്കരിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ബാങ്ക് വിളി കഴിഞ്ഞ് ഞാൻ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇനി നമുക്ക് ഈ പള്ളിയുടെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ, ഇതിൻ്റെ ഈ ഒരു ഇൻറ്റീരിയർ വർക്കുകളും മറ്റ് ഉള്ള ഡിസൈൻ വർക്കുകളുമൊക്കെ ഒന്ന് കാണാം. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ പള്ളിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ പുറത്തുള്ള പള്ളിയുടെ ഈ ഒരു കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജുമാക്ക് വന്നതുകൊണ്ട് ഖുതുബ തുടങ്ങുന്നത് വരെ നമുക്ക് ഇതിനകത്തുള്ള വീഡിയോസ് എല്ലാം എടുക്കാം. അതും നമുക്ക് കിട്ടിയൊരു വലിയ അനുഗ്രഹമാണ്. ഇത്രയും പ്രസിദ്ധമായിട്ടുള്ളൊരു പള്ളിക്കകത്ത് കയറി നമുക്ക് വീഡിയോസും ഫോട്ടോഗ്രാഫിയും ഒക്കെ എടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് ചെയ്തു തരുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ജുമാ നമസ്കാരം കഴിഞ്ഞ് ഞാൻ പള്ളിക്ക് പുറത്തേക്ക് വരികയാണ്. ഇവിടെ നിരവധി കുടുംബങ്ങൾ, അത് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളെല്ലാം നമസ്കാരത്തിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു പള്ളിയുടെ കോമ്പൗണ്ടിലും പള്ളിയുടെ മിനാരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നിന്നിട്ട് ഫോട്ടോഗ്രാഫി, വീഡിയോ എല്ലാം എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് ഇവിടെ കുറച്ച് സമയം നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണാനുള്ള അനുമതിയുണ്ട്. ഇത് കഴിഞ്ഞ് 3 മണി മുതൽ പിന്നീട് ഇവിടെ ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള സമയമാണ്. അപ്പോഴേക്ക് ഈ ഭാഗങ്ങളിലെല്ലാം കുറേ ഭാഗങ്ങളെല്ലാം ബാരിക്കേഡും അതുപോലെ തന്നെ കയറെല്ലാം വെച്ചിട്ട് ചില ഏരിയകൾ മാത്രമായിട്ട് കാണാനുള്ള ഇതിലേക്ക് മാറും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നമസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയുടെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാനുള്ളൊരു സമയമുണ്ട്. അത് നമസ്കാരം കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറേ കിട്ടുകയുള്ളൂ. അങ്ങനെ ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ഇനി തിരിച്ച് സൂഖൽ ജാമിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. അതുവഴി പുറത്തിറങ്ങിയിട്ട് ഇനി നമ്മൾ ഒരു ടൂറിസ്റ്റായിട്ട് വരുന്നവർക്ക് ഈ പള്ളിയിലേക്ക് എങ്ങനെ പ്രവേശിക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുവഴി നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ബഗ്ഗി സൗകര്യമുണ്ട്. എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ബഗ്ഗികളുണ്ട്. ബഗ്ഗികളിൽ കയറി ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പള്ളിയുടെ അകത്ത് നിന്ന് നമ്മൾ ഈ ഒരു വഴിയിലൂടെ ഈ സൂഖൽ ജാമിയിലേക്ക് വരുമ്പോൾ. സൂഖൽ ജാമിയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഏകദേശം 52 ഷോപ്പുകൾക്ക് മുകളിലുണ്ട് ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ. അതിൻ്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ മറ്റു ഭാഗങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കൊണ്ടാണ് ഇതിൽ കുറച്ച് കാണുന്നത്. ഇത് പിന്നെ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള 2 ഒരു പള്ളിയും പിന്നെ അതുപോലെ തന്നെ കസ്ർ അൽ വത്താനും ലൂവർ അബുദാബിയുടെയൊക്കെ മാതൃകകൾ ഇവിടെ ഉണ്ടാക്കി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം.